സനാതനധർമ്മത്തിനെതിരായ ഉദയനിധി സ്റ്റാലിന്റെ 2023 പരാമർശങ്ങൾ വിദ്വേഷ പ്രസംഗത്തിന് തുല്യമെന്ന് മദ്രാസ് ഹൈക്കോടതി. കഴിഞ്ഞ 100 വർഷങ്ങളായി ദ്രാവിഡ കഴകം വഴിയും പിന്നീട് ദ്രാവിഡ മുന്നേറ്റ കഴകം വഴിയും ഹിന്ദുമതത്തിനെതിരെ വ്യാപകമായ അല്ലെങ്കിൽ വ്യക്തമായ ആക്രമണം നടന്നിട്ടുണ്ട് എന്നും കോടതി നിരീക്ഷിച്ചു. ഉദയനിധി സ്റ്റാലിൻ ആ ആശയ പരമ്പരയിൽപ്പെടുന്ന നേതാവാണ് എന്നും കോടതി. വിവരങ്ങളുമായി ശ്രീകാന്ത് ചേരുകയാണ്. ശ്രീകാന്ത്, വളരെ നിർണായകമായ ഒരു നിരീക്ഷണമാണ് ഇന്ന് മദ്രാസ് ഹൈക്കോടതി നടത്തുന്നത്. നമുക്ക് ഈ അടുത്ത് തന്നെ പല രീതിയിലുള്ള ഹൈന്ദവ വിരുദ്ധത തമിഴ്നാട് സർക്കാർ തുടരുന്നത് നമ്മൾ കണ്ടതാണ്. എന്തായാലും ഇപ്പോൾ ഉദയനിധി സ്റ്റാലിനെതിരായ പരാമർശങ്ങൾ അത് എങ്ങനെയാണ് വിലയിരുത്തേണ്ടത്? ഉദയനിധി സ്റ്റാലിൻ ലക്ഷണമൊത്ത ഹിന്ദു വിരുദ്ധനാണ് എന്നാണ് മദ്രാസ് ഹൈക്കോടതിയുടെ മധുരൈ ബെഞ്ച് ഇപ്പോൾ നിരീക്ഷിച്ചിരിക്കുന്നത്. അതായത് ഒരു മുഖ്യമന്ത്രിയുടെ മകൻ, അതോടൊപ്പം തന്നെ ആ സംസ്ഥാനത്തെ തന്നെ മന്ത്രി, ഭാവി മുഖ്യമന്ത്രിയാകുമെന്ന് DMK വാഴ്ത്തിപ്പാടുന്ന വ്യക്തി, അയാൾ ലക്ഷണമൊത്ത ഹിന്ദു വിരുദ്ധനാണ്, തമിഴ്നാട് പോലെ ഒരു സംസ്ഥാനം ഭരിക്കുന്നത് ലക്ഷണമൊത്ത ഒരു ഹിന്ദു വിരുദ്ധനാണ് എന്ന് കോടതി തന്നെ അടിവരയിട്ട് പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. സനാതന ധർമ്മത്തിനെതിരായി ഉദയനിധി സ്റ്റാലിൻ 2023 നടത്തിയ വിദ്വേഷ പ്രസംഗം ഹേറ്റ് സ്പീച്ചിന്, അതായത് വിദ്വേഷ പ്രസംഗത്തിന് തുല്യമാണ് എന്നിപ്പോൾ മദ്രാസ് ഹൈക്കോടതിയുടെ മധുരൈ ബെഞ്ച് നിരീക്ഷിച്ചിരിക്കുന്നു. കഴിഞ്ഞ 100 വർഷങ്ങളായി ദ്രാവിഡ കഴകം വഴിയും പിന്നീട് അവർ പേര് മാറ്റി ദ്രാവിഡ മുന്നേറ്റ കഴകം എന്നാക്കിയ ശേഷം അതുവഴിയും ഹിന്ദു മതത്തിനെതിരെ വ്യക്തമായ ആക്രമണം നടത്തുന്നു എന്നാണ് കോടതി ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് ഇവർ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, ഇവർ ഇത് പെരിയാറുടെ കാലം മുതൽ, പിന്നീട് കരുണാനിധിയുടെ കാലത്ത്, അതിനുശേഷം സ്റ്റാലിൻ്റെ കാലത്ത്, ഇതാ സ്റ്റാലിൻ്റെ മകനും, ഇവർ ഈ പരമ്പരയായി, കുടുംബ പരമ്പരയായി തന്നെ, അല്ലെങ്കിൽ ഈ DMKയുടെയും DKയുടെയും ദ്രാവിഡ കഴകത്തിൻ്റെയും ഒക്കെ തലമുറകളായി തന്നെ ഇവർ ഹിന്ദു വിരുദ്ധരാണ് എന്ന് കോടതിക്ക് പോലും പറയേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഉദയനിധി സ്റ്റാലിൻ ആ ആശയ പരമ്പരയിൽപ്പെടുന്ന നേതാവാണ് എന്നുകൂടി കോടതി പറയുന്നു. ഹേറ്റ് സ്പീച്ച് നടത്തിയവർക്ക് പലപ്പോഴും ശിക്ഷയില്ലെന്നും അതിനെതിരെ പ്രതികരിക്കുന്നവർക്കാണ് ശിക്ഷ കിട്ടുന്നതെന്നും ഈ വിഷയത്തിൽ പറയുന്നത്. അതായത് ഈ ഉദയനിധി സ്റ്റാലിൻ ഈ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഇയാൾക്കെതിരെ തമിഴ്നാട്ടിൽ ഒരു FIR പോലും ഇട്ടില്ല എന്നാണ് കോടതി പറയുന്നത്. എന്നാൽ ഇയാൾക്കെതിരെ പ്രതിഷേധിച്ച ആളുകൾക്കെതിരെ കേസെടുക്കുന്ന സാഹചര്യവും ഉണ്ടായി. അവിടെ തെരഞ്ഞെടുപ്പ് കൂടി വരാൻ പോവുകയാണ്. തമിഴ്നാട്ടിലെ ഹിന്ദുക്കൾ തന്നെയാണ് ഈ വിഷയത്തിൽ ഇനി തീരുമാനമെടുക്കേണ്ടത്. ഇതുപോലെ ലക്ഷണമൊത്ത ഹിന്ദു വിരുദ്ധരെ അധികാരത്തിലേക്ക് കൊണ്ടുവരണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അവസരം കൂടിയാണ് തമിഴ്നാട്ടിലെ മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കൾക്ക് വരുന്നത്. ഒരു കോടതിക്ക് പോലും പറയേണ്ടി വന്നു, ഇതാ ഒരു ഹിന്ദു വിരുദ്ധൻ നിങ്ങളെ ഭരിക്കുന്നു എന്നുള്ളത്. തീർച്ചയായും ശരി ശ്രീകാന്ത്.